10 വാട്ട്. ഇനി എന്താ കഴിഞ്ഞ? ഇല്ല കഴിഞ്ഞിട്ടില്ല. നമുക്ക് പറ്റുമെങ്കിൽ ഇന്ന് 2 മിഷൻസ് കംപ്ലീറ്റ് ചെയ്യാതെ. കാരണം കുറച്ച് ദിവസത്തേക്ക് മിഷൻസ് കാര്യങ്ങളൊന്നും ഉണ്ടാവില്ല. അതുകൊണ്ടാണ് പറഞ്ഞത്. അല്ല, വീഡിയോ ചെയ്യലുണ്ടാവില്ല. അപ്പോൾ ഇത് ഡിവൈഡ് ചെയ്തിട്ട് ഞാൻ യൂട്യൂബിൽ അപ്ലോഡ് ചെയ്യത്തേ ഉണ്ടാവുള്ളൂ. നോക്കാം. നമ്മുടെ ഔട്ട്ഫിറ്റ് ഒന്ന് മാറ്റി ഒന്ന് കുറച്ചും കൂടി ലുക്കാക്കണം. നമുക്ക് കുറച്ച് ബെറ്റർ ആയിട്ടുള്ള സ്നൈപ്പർ കിട്ടിയുണ്ട്. ഓക്കെ, കസ്റ്റമൈസ് ഹെൽമെറ്റ് പാൻറ്റിലാണ് വന്നിരിക്കുന്നത്. ബ്ലാക്ക് അതാ രസം കാണാം. ടീഷർട്ടൊന്നും മാറ്റിയിട്ടൊന്നും വലിയ കാര്യമൊന്നുമില്ല. ഇതാലെ അത് വേണം. നല്ലതൊന്നുമില്ല. സ്കാർഫ് മാറ്റിത്തരാൻ പറ്റുന്നില്ല. എടുക്കട്ടെ. നമുക്ക് സാധനങ്ങൾ ബൈ ചെയ്യാം. ഇതൊക്കെ ചെയ്ത് പോകുന്ന ഇവിടെ ഉണ്ട്. കുറച്ചും കൂടെ എടുത്തായിട്ടില്ല. ഇവിടെ അവിടെ ആയിട്ട് അവിടെ ചെറിയ ഗ്യാപ്പുണ്ട്. അവിടെ ക്ലിയർ ചെയ്യാം. അപ്പുറത്തേക്ക് പോവാം. ഓക്കെ, ശരി. ഒന്നര കിലോമീറ്റർ. ടു ചേഞ്ച് വിഷൻ. യെസ്, നമ്മൾ നൈറ്റ് ഗോഗിൾസ് ഓപ്പൺ ആയിട്ടുണ്ട്. അയ്യോ, പറഞ്ഞുള്ളൂ. നൈറ്റ് വിഷൻ മോഡ് കൂടി ഉണ്ടായിരുന്നു. അത് നൈറ്റിലാണ് തോന്നുന്നു. യെസ് വികാരം വരുന്നുണ്ട്. നമ്മൾ അതല്ലല്ലോ നോക്കണം. കുറച്ച് കോസ്റ്റ്യൂംസ് മേടിക്കാൻ വേണ്ടല്ലേ. അങ്ങോട്ട് പോയി കയ്യിൽ ചാർജും തരണം നോക്കട്ടെ. ഷോപ്പ് ഇതൊക്കെ ഉണ്ടാക്കാം. അല്ലെങ്കിൽ വേണ്ട, അത് വേണ്ട. ഇത് മേടിക്കണം. അത്രയുണ്ട്. 36,000 തന്നെയുണ്ട്. അപ്പോൾ ശരി, നല്ല തന്നെ നമുക്ക് മേടിച്ചേക്കാം. ഇത് ഫ്രീയാ. ഫ്രീ ഐറ്റംസ് ഉണ്ടാവും. വേണ്ട, ആദ്യം ഫ്രീ ഉള്ള എല്ലാം മേടിച്ചേക്കാം അല്ലേ. നമുക്ക് ഈ ഷൂ പിന്നെ ഇത് മേടിക്കാം. ഗ്ലൗസ് അത് മതി. പാൻറ്
തൊപ്പിയുടെ മണ്ടലാണ് ഒരു സുഖമില്ല കാണാൻ. വണ്ടി പോയില്ല പൈസ റൗണ്ട് ഏഞ്ചൽ ഫോർ ഗ്രിപ്പ്. ലോങ് റേഞ്ച് സൈറ്റ് വിത്ത് മൾട്ടിപ്പിൾ ഗ്രാജുവേഷൻ. ജോലിയുണ്ട് മറ്റേ ഇതുണ്ടല്ലോ അത് പോരെ, അത് മതി. കാര്യമാണ്. 4x 3x ഇത് മേടിച്ചത് ഒരു 4x മതി. 3x ആണ്. അങ്ങനെ 50,000 രൂപയാണ് മേടിക്കുന്നത്. അത് നല്ല കണ്ണാടിയൊന്നും ഇല്ലേ. 10,000 രൂപ. 10,000 കൊടുത്ത് ഈ മാസ്ക് മേടിക്കണം. വൃത്തിയാണോ? അങ്ങനെ കണ്ണിനുള്ളിൽ നമുക്ക് ലെൻസ് ഉണ്ടാക്കണം. അതായത് ഞാൻ എന്തെങ്കിലും ഒരു ഓറഞ്ച് ജാക്കറ്റ് ആർക്ക് വേണം? ഇടാം. ഫേസ് മാസ്ക് ആയി ഒരു നല്ല കത്തി. ഇത് ഈ കൈൻഡ് ഓഫ് ഇതെടുക്കാല്ലേ. ഇനി 3,000 രൂപയുള്ളൂ. 3,000 രൂപയ്ക്കുള്ള വെള്ളം എനിക്ക് കിട്ടുള്ളൂ. ഫ്രീ ഒക്കെ വെള്ളം വാരി കറങ്ങി മേടിച്ചോളൂ. ഫ്രീ ആയിട്ട് എവിടെ കിട്ടുമെന്ന് കണ്ടു കഴിഞ്ഞാൽ അവിടെ മലയാളികളുണ്ടെന്നൊന്നും വരത്തില്ല. ഞാൻ ഇല്ലേ, എന്നെ കണ്ടില്ലേ. മേടിക്കാൻ പറ്റില്ല. അടുത്ത ടാപ്പായിരുന്നു മേടിക്കുക. വേറെന്താ വേറെന്തല്ല വേറെന്തെങ്കിലും വിൽക്കാൻ എന്തെങ്കിലും ഉണ്ടോ? വിൽക്കാണെങ്കിൽ കുറച്ച് കാശുണ്ടാകും. അതെ, ഒരു 8,000 കിട്ടി. 10,000 ഇതിനകത്ത് നോക്കിയാല. അപ്പോൾ നമുക്ക് മാസ്ക് മേടിച്ചാലോ? എവിടെ മാസ്കല്ലല്ലോ, എന്താ പരുന്ത് അങ്ങനൊന്നും അറിയാല. അപ്പോൾ നമ്മുടെ വണ്ടി എവിടെ കിടപ്പുണ്ടാവും? മുകളിലാണോ താഴെയാണോ? അതേ കിടക്കും. നമ്മൾ മേടിച്ചു വെക്കാൻ നോക്കിയിട്ടേ കസ്റ്റമൈസ് പോവുക. ഒരു നമ്മൾ ഇട്ടപ്പോടെ വേണ്ട. ടാറ്റു വേണ്ട. ഇതല്ല മേടിച്ചത്, കൊള്ളാല്ലേ കുട്ടി നിക്കർ. എന്തിടണം അല്ല വേണ്ട, വൈറ്റ് ഇടാം. യൂണീക്ക് ആയിക്കോട്ടെ. എന്തോ പറയാനാ അല്ലേ.
Okay. You already. Let's go. എന്താ മറന്നല്ല സ്കോപ്പില്ലേ മേടിച്ച് തരാം. ഇതാ മേടിച്ചത്. $1 ഉണ്ടായിരുന്നു. $1 എന്താണ് മേടിച്ചത്? 4X മേടിച്ചായിരുന്നു. ടെസ്റ്റ് ചെയ്തപ്പോൾ ഞാൻ ഗണ്ണ് മേടിച്ചു. കുഴപ്പമില്ല അല്ലേ? ഈ 4X നമുക്ക് ഈ കണ്ണിലേക്കിടാം. ഇതിനകത്തിടാൻ പറ്റില്ല. ഇതിന് എന്തോ തന്നെ ബോറക്സ് മാറ്റിയിട്ട് ഇപ്പം മേടിച്ച് വരും. അതൊന്നും മിസ്സാകട്ടെ. എൻ്റെ മോനെ ഏതാ വിഷൻ നോക്കണേ. കൊള്ളാം എനിക്കിഷ്ടപ്പെട്ടു. എൻ്റെ മോനെ സ്കോപ്പ് മേടിച്ച് എന്തായാലും യൂസ്ഫുള്ളായി. വെറുതെ ആദില്ല. ഓക്കെ നന്നായി. സ്കോപ്പ് പോവാം. ഇനി ഞാൻ ലാഗാക്കുന്നില്ല. പോവാം. നമ്മുടെ വണ്ടി തേക്കാക്കുന്നു. ഇതിന് കുറച്ച് സസ്പെൻഷൻ കൂടുതലാണ്, കുറച്ച് കുലുക്കം കൂടുതലാണ്. എന്നാലും സാരമില്ല. പറഞ്ഞ അങ്ങനെ കീപ്പോട്ടേക്ക് ഇറങ്ങുമ്പോൾ നമ്മളെ അത് പറയും. ഓ 1.5 കിലോമീറ്ററേ ഉള്ളൂ. അതേ കാണുന്ന റോഡ്. അങ്ങോട്ട് പോകാൻ പറഞ്ഞാൽ ഇങ്ങോട്ട് പോകും. നല്ല അനുസരണം. ആട്ടിറച്ചി വേണ്ടാലേ, ജീവിച്ച് പോക്കോട്ടെ. നമുക്ക് നമ്മുടെ കൂട്ടിലെ കിളിയല്ലേ, അപ്പോൾ വേണമെങ്കിലും പിടിക്കാം. പോട്ടെ. ഇവിടുന്ന് കുറച്ച് ആട്ടിറച്ചി എടുത്തിട്ട് കൊണ്ടുപോയി വിറ്റാലോ. വഴി മാറാ മുണ്ടക്കൽ ശേഖര. അമ്മേ സെത്ത് പോ. അയ്യോ നമ്മളുമായി ബന്ധപ്പെട്ടല്ല. എന്നാലും നമ്മൾ ടീമേറ്റ് കയറി അടിച്ചോളൂ. അതാണ് രാജസ്നേഹം കൊണ്ടല്ലേ. ഓക്കെ, നമുക്കിവിടെ പയ്യെ ഇറങ്ങിയിട്ട് ആദ്യം ഈ സ്നൈപ്പറിനെ അടിച്ചിടണം. സ്നൈപ്പറിനെ അങ്ങനെ അടിച്ചിടാം. നമുക്ക് കത്തിയും കൊണ്ട് കൊത്തിക്കൊല്ലാം. പയ്യെ ഇനി നിനക്ക് വിഷയിൽ പറഞ്ഞെടുക്കാൻ പറ്റുള്ളൂ. ഡിഎക്ടി അവരിപ്പം ബോംബിടും. മണ്ടനാ. ആരുടെ വെടിച്ചു. നമുക്ക് സ്നൈപ്പറിൻ്റെ പുതിയ സ്കോപ്പ് ടെസ്റ്റ് ചെയ്ത് നോക്കാം. എങ്ങോട്ട് പോകണം? അങ്ങോട്ടല്ല, ഇങ്ങോട്ട്. ആടിക്കൊണ്ട് ഇതെവിടെ ഭണ്ഡാരം ബുള്ളറ്റ് കൊള്ളണേ. നമുക്ക് സ്കോപ്പ് മാറ്റാം. ആ പട്ടാര സ്കോപ്പ് ആണെങ്കിൽ അടിച്ചിട്ട് ബുള്ളറ്റ് വേറെ കിടക്കാൻ പോട്ടെ. അതുകൊണ്ട് നമുക്ക് പിന്നെ ഒരിക്കൽ ടെസ്റ്റ് ചെയ്യാം. അത് നടക്കുള്ളൂ. അല്ലെങ്കിൽ ഡബിൾ പെട്ടിയാകും.
ആരെയും കൊണ്ട് ഭയങ്കര ശല്യമാണല്ലോ അവിടെ. അടിച്ചിറേ എക്സൈറ്റ് വർക്കെന്ന് പറഞ്ഞോണ്ടിരിക്കാതെ അപ്പൊ അവന്മാർ എന്നെ അടിച്ചിട്ട് മൊത്ത ആൾക്കാരല്ലാട്ട് ചെയ്ത് കറക്റ്റാ ഗൺ പോയിന്റില്. ആരോട് പറയാം, ആരും കേൾക്കാൻ അങ്ങോണാപ്പനാണ് എനിക്കണമില്ല. ഇതെന്താ അവിടെ മാത്രം കൊള്ളാത്തിന് അവിടെ വരെ എത്താത്താണ്. എന്താ അത് എവിടെ നിന്നൊക്കെ അടിയായിരുന്നു. ഞാൻ വിചാരിക്കുന്നതേ മേ ബി അത്രയും ദൂരമായതുകൊണ്ടായിരിക്കും ആ സ്കോപ്പ് വർക്കാവാത്തത്. നമുക്ക് ഒന്നുകൂടി ട്രൈ വയ്ക്കാമല്ലോ. അടിക്കാൻ ഒരു മനുഷ്യനെങ്കിലും ബാക്കി വെച്ചോട്ടില്ല. സാരല്ല, ഞാൻ കഴിച്ചു ഇന്നലെ. വെറുതെ അല്ല അടിച്ചിട്ട് കൊള്ളാത്ത സ്നൈപ്പർ അങ്ങ് ദൂരെയാണ് നമ്മുടെ. പക്ഷേ ഈ സ്കൂപ്പിന് അത്യാവശ്യം വിഷൻ ഉണ്ടായിരുന്നു കേട്ടോ. ഡേ സ്നൈപ്പറെ എന്നെ ഒന്ന് അടിച്ചേക്കല്ലേ, അടിച്ചരുതരുത്, അടിച്ചരുതരുതരുത്, അടിച്ചരുതരുതരുത്, അടിച്ചരുത്. ഇവന്മാർ ഇതിനടിച്ചിട്ടില്ലേ? ഒന്നിനെ മുഴുപ്പിക്കാൻ അറിയില്ല. എല്ലാത്തിനും എൻ്റെ കൈയെത്തണമെന്ന് പറഞ്ഞാൽ എന്താ ചെയ്യാൻ? എന്താ ചെയ്യാൻ? ചത്തോ സെത്തുപോ. I don't care. Finish that, guys. ഇതെന്താ എന്തോ ഒന്ന് എനിക്കിട്ട് ഇതെന്തത് വേൾഡ് മാപ്പോ? ഓഹോ, 3650 പൊസിഷൻസോ. ഇങ്ങനെ ഇത് എവിടുന്നത്, ഇത് എവിടെ തുടങ്ങണത്, എവിടെ തീരണത്, ഇങ്ങനൊരു എന്തില്ലടേ. കൊള്ളാം, എന്തായാലും നോക്കിക്കളെ അല്ലേ. നോക്കിയും കണ്ട് നിന്ന നിനക്ക് കൊള്ളാം എന്ന് പറഞ്ഞാലേ. അത് പിന്നെ കുറേ സ്ഥലങ്ങളൊക്കെ കൊള്ളാം കേട്ടോ, രസം കാണാൻ പറ്റിയ വലിയ നല്ല വ്യൂ ഉള്ള സ്ഥലങ്ങളൊക്കെ ഉണ്ട്. ഈ ഗെയിം അങ്ങനെ ഇഷ്ടപ്പെട്ടു. സ്റ്റോറി ലൈനും കൊള്ളാം. ഇതിന് വൈൽഡ് ലാൻഡ്സ് ഉണ്ട്, അതൊന്ന് കളിച്ചു നോക്കണം. പക്ഷെ അത് മേടിക്കണം, അതിന് പൈസ വേണം കൈസ്. നിങ്ങളെല്ലാവരും ഒന്ന് ആഞ്ഞു പിടിച്ചാൽ നമുക്കത് മേടിക്കുന്നതേ ഉള്ളൂ. എല്ലാവരും ഒന്ന് ആഞ്ഞു പിടിച്ചാൽ മതി. ജസ്റ്റ് കുറച്ച് വ്യൂസ്, കുറച്ച് സബ്, കുറച്ച് ലൈക്ക് തന്നു കഴിഞ്ഞാൽ നമ്മളത് ഗെയിമൊക്കെ മേടിക്കും. പേടിക്കണ്ട. ഇതൊക്കെ എന്ത് ഇവിടുന്ന് ഇപ്പം എങ്ങനെ പുറത്തേക്ക് ഇറങ്ങണം? ഞാൻ ഈ വഴി അല്ലല്ലോ കയറി വഴി മാറിക്കാൻ. എവിടെയാണ് വെട്ടി വന്നത്? ആരുടെ അവിടെ കിടന്ന് കരയുന്നത്? ഒന്ന് അടിച്ചിട്ടാണ്. ഒരു കിലോമീറ്റർ നമുക്കിവിടെ ഈ ബേസ് ക്യാമ്പ് സേഫ് ചെയ്തിട്ട് വേണം പോകാം. സോ
ഇവിടെ ആരെങ്കിലും പ്രത്യേകം അടച്ചിട്ടുണ്ടോ? അവന് തുറന്നോട്ടോ, അത് മണ്ടകം ഇവിടെ കറങ്ങി നടന്നോളൂ. ഓക്കെ, അവനും തുറന്നു നോക്കും. എല്ലാവരും തിരിച്ചാ നമുക്ക് നമ്മുടെ വണ്ടി എടുത്തുകൊണ്ട് പോവാം. ഇവിടുന്ന് കുറച്ച് ദൂരമേ ഉള്ളൂ. ഇതേതാ? ഇവിടുത്തെ എല്ലാം കഴിഞ്ഞില്ല അല്ലേ? 1.2 കിലോമീറ്റർ. നമ്മുടെ വണ്ടി എവിടെ? മുകളിലല്ലേ കിടന്ന്? വാ പോകാം. ആ കിടത്തേക്ക് നമുക്ക് നമ്മുടെ വണ്ടിയും കൊണ്ട് പോവാം. നമുക്ക് സ്വന്തമായിട്ട് വണ്ടി ഉള്ളപ്പോൾ തന്നെ കരക്കാറ വണ്ടി പോകാൻ പറടാ. ഓക്കെ, എത്ര വിളിക്കുന്നത്? 5 ബുള്ളറ്റ് വിളിക്കുന്നു. കഷ്ടമുണ്ട് കേട്ടോ. എടാ, നിങ്ങൾ വണ്ടി കയറാനാണ് പറഞ്ഞത്. കണ്ണ് മടി കളിക്കണല്ലോ. നിങ്ങൾ കണ്ടുപിടിച്ചോ, ഞാൻ പരിപാടിയല്ല. ഇവിടുത്തെ വണ്ടി വഴിഞ്ഞെവിടെ? പാലൊക്കെ തല്ലിപ്പൊളിച്ച് വെച്ചേക്കുക. ഒന്ന് നന്നാക്കി വെച്ചോടി. എന്ത് ഗവൺമെൻറ്റാണോ അവിടുത്തെ? ഐലൻഡൊക്കെ കറങ്ങി വരണം. ഐലൻഡൊക്കെ പിടിച്ചു പറ്റാൻ ഭയങ്കര ഉത്സാഹം. പക്ഷേ റോഡൊന്ന് നന്നാക്കി വെക്കാൻ നീ അതിനടുത്ത ഇലക്ഷൻ വന്നോ റോഡ് നന്നാക്കണം. എന്തൊക്കെ കാട് ആനത്തൊക്കെ കേൾക്കാം. നമുക്ക് കാട് കയറാം. എൻ്റെ വണ്ടിയുടെ ലൈറ്റൊക്കെ പോയി. കാട് കയറിയ ശീലം, കാട് കയറി തന്നെ പോവാം. പോകുന്നു മരം. കാട് കയറാനാ പറഞ്ഞോളൂ, മരം കയറാൻ പറഞ്ഞില്ല. പറയാത്ത പണി ചെയ്താൽ എനിക്ക് ഇഷ്ടപ്പെടില്ല. അവിടെ മാത്രം മലകളാണ്, മലകൾ. നമുക്ക് റൂട്ടിൽ കൂടെ പോകാം. എന്ത് പറയുന്നു? കാണുന്ന ആ പോയിന്റ് 800 മീറ്റർ ഉണ്ട്. അപ്പോൾ റോട്ടിൽ കൂടെ തന്നെ പോവാം. ഈ വണ്ടി വെള്ളത്തിൽ കൂടെ ഓടില്ല, അതുകൊണ്ട് വെള്ളത്തിൽ ഇറക്കിയിട്ട് കാര്യമില്ല. അത് കാണുന്ന പാലമാണ്. ആ വഴി കയറിക്കാൻ അങ്ങോട്ട് പോകാൻ പറ്റുമോ? പോയി നോക്കിയാലറിയില്ല. ഇടി കിട്ടിയാൽ നിന്ന് കൊള്ളാം. തിരിച്ച് കൊടുക്കാനുള്ള സമയം പോലും കിട്ടില്ല. വട്ടം കാണുന്നുണ്ട്. ആ 5 വട്ടം കണ്ടാലും മതി, നമ്മൾ കാണിച്ചു പോകും. എടി, ഇതെന്തോടി തോന്നിവാസമാണ്. വണ്ടി വരണേനാണ് ഞാൻ ഇത്രയും കഷ്ടപ്പെട്ട് ഇങ്ങോട്ട് വന്നത്. റോട്ടിൽ കൂടെ വണ്ടിയാണ് വരുന്നത്. വണ്ടിയാണ് പൊളിച്ച് കളയാണ്ട്. പക്ഷേ മര്യാദയ്ക്ക് ആദ്യമേ വെള്ളം കണ്ടു കഴിഞ്ഞാൽ പിന്നെ ഒരാഴ്ച കുളിക്കൂല. വെള്ളത്തിൽ പോയി കഴിഞ്ഞാൽ പോയതാ. പിന്നെ ഇറങ്ങി ഓടണം. Integrate surgeon get the access code to person. ഏതോ വണ്ടി ഏതോ മുതൽ പോകണ്ട, അവൻ്റെ സാധനം മേടിക്കണം. എന്നെ കൊണ്ടൊന്നും ചെയ്യാൻ പറ്റൂല. നീ ഒന്നും ചെയ്യണ്ട, കയറുന്നോ? അവനേക്കാൾ 10 മടങ്ങ് സ്പീഡിലാണ് പോകണം കേട്ടോ. ഇപ്പം പിടിക്കും. ഇപ്പം കിട്ടും. യെസ്, കമാൻഡറിനാണ് പിടിക്കേണ്ടത്. മോനെ
വണ്ടി ഒന്ന് പിടിച്ചടാ. ആ വണ്ടിയല്ല, ഈ വണ്ടി. ഏത് നേരത്താണ് അവനോട് പൊട്ടിക്കാൻ പറഞ്ഞ് ആ കമാൻഡറിനെ കൊന്നു കളഞ്ഞു മാങ്ങാണ്ടി. ആദ്യം ഇരുന്ന് ഇൻഫർമേഷനൊക്കെ വന്നിട്ട് വല്ല കാര്യമുണ്ടോ? ഒരു കാര്യമില്ല. അപ്പോൾ വീണ്ടും ആദ്യം മുതൽ ഇവന്മാരോട് പറഞ്ഞാൽ കാണുന്നത് ആദ്യം ചെയ്യണേ. ഒരു കാര്യമില്ല. ഒരു ആൻസറിന് ഇത് മൂന്നെടുത്തിൽ മതി. എവിടെ എന്തിനായി 1.5 കിലോമീറ്റർ കൊണ്ടു വെക്കുന്നത്? ആ, നമുക്കിവിടെ റോട്ടിൽ കയറി നിന്നാൽ മതി. അവന്മാർ ഇങ്ങോട്ടേക്ക് വരും. അത് നല്ലൊരു കാര്യം കേട്ടോ, ഇങ്ങോട്ടേക്ക് വരുന്നത് പരിപാടി. പക്ഷെ അവന്മാരോട് എത്തനൊക്കെ മുന്നേ നമ്മൾ ഇങ്ങനെ കയറണം. എപ്പോൾ പുറപ്പെടും? അതൊന്ന് കേൾക്കട്ടെ. പുറപ്പെട്ടില്ലേ? എന്ന് പുറപ്പെടും? അതെങ്കിലും ഒന്നറിയോ? എന്തെങ്ങാനും വരുമോ? കുറേ നേരമായത്. 1.2 കിലോമീറ്റർ തന്നെ കാണിക്കുന്നുണ്ട്. വണ്ടിയിലാണ് പോണതാണ്. ട്രക്കായതുകൊണ്ടാണോ പയ്യ കയറണേ? ആവോ മത്സർഗാവോ. ഇപ്പം എൻ്റെ ഒന്നും പറയാനില്ലേ? ഓ, അത് പറയും. വെള്ളം കുടിക്കാറാകുമ്പോൾ പറയില്ല. റോഡ് ഇവിടെയാണോ? കയറി ഇതിലും വലിയ കാട് കയറിയാനാണ് ഈ കൊച്ചുണ്ണി. നമ്മളാറായാലും 1.6. ഇവരങ്ങോട്ട് പോവാണോ? ഇവനെ ഞാൻ ഇന്ന് ചവിട്ടി നീളം ഞാൻ വലിക്കും. ഇവൻ്റെ ഇവിടെ വേറെ വല്ലതും ഉണ്ടോ? ഇത്ര നേരം ഇവിടെ നിന്നവൻ ഇങ്ങോട്ട് എത്തിത്തോട്ടെ. നമുക്കെന്നാൽ ഇവിടെ നിന്ന് പിടിക്കാം. നമ്മളപ്പുറം വരുമെന്ന് കരുതിയിട്ടാണോ കറങ്ങിപ്പോകാൻ ഉദ്ദേശം? അറിയില്ല. 2 കിലോമീറ്റർ ആയോ? ഒരുപാട് ദൂരെയാണല്ലേ. ഇവിടെ വേറെ ഒന്നുമില്ലേ? ഇവിടെ നിന്ന് നോക്കിയാലെത്തുമോ? 1 കിലോമീറ്റർ എന്തായാലും ആട്ടെ, പോട്ടെ, പോയി നോക്കാം. അപ്പോൾ എല്ലാവരും പുറകെ വാടേ. ഞാൻ അവിടെ വരുമ്പോഴത്തേക്ക് എങ്ങനെ അവിടെ നിന്ന് പോയാൽ കാലയെ പിടിച്ച് നിർത്തിയാൽ കൂട്ടുന്നു. അപ്പോൾ കാര്യം ഞാൻ പറഞ്ഞത്. ഇവിടെ വല്ല വണ്ടി ഉണ്ടോ? എനിക്കൊന്ന് പോകെ. വണ്ടിയില്ല, ഒരു പെട്ടിയുണ്ട്, വേണമെങ്കിൽ എടുത്തുകൊണ്ട് പോകാനല്ലേ. ആ ഇങ്ങോട്ടാണോ വരുന്നത്? യെസ്, ഇങ്ങോട്ട്. ഇന്ന് ഞാൻ ഇവനെ പൊട്ടും. എന്താ മാറിപ്പോ കൊണ്ടാരാപ്പേ? എടാ കൊല്ലടാ എന്നെ അടിച്ചേരണടാ.
അവൻ ഞാൻ അടിച്ചിട്ടില്ല ഇവന്മാരെല്ലാം തല്ലിക്കൊല്ലും. ഓക്കെ ഓക്കെ ഗുഡ് ജോബ്. ഇപ്രാവശ്യം നല്ലൊരു റോള്. Damn, nice one, killer. പറടാ അവനടിച്ചിട്ടാണ്. You're gonna be so sorry you messed with me. Ilsa's gonna carve you up into bite-sized pieces. She's gonna make you pay for her to send you to hell. കോഡ് പറടാ. Boots. Now, give me the prison door code. 211-01805. I'm telling you because I know you won't get in. Rosebud will take you out with a headshot before you even get close to that keypad. അത് ഞാൻ നോക്കിക്കോളാം. നീ ചത്തുപോ.